ഹലോ മച്ചന്മാരെ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ട്രിപ്പിംഗ് മച്ചൻ. എന്താണ് മച്ചന്മാരെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അങ്ങനെ ഡയസ് ഈറെ സിനിമ കണ്ടിരിക്കുവാണ്. അതായത് നമ്മൾ പ്രീമിയർ ഷോ ആണ് പോയത്. പ്രീമിയർ ഷോ കണ്ട് കഴിഞ്ഞ് ഇപ്പോൾ വന്നതേ ഉള്ളൂ. ഏകദേശം എനിക്ക് തോന്നുന്നു ഒരു 2-2.5 മണിക്കൂറത്തെ കണ്ട സിനിമയുണ്ട്. ആ 2.5 മണിക്കൂർ ഞാൻ സീരിയസ്ലി ഒരു കാര്യം പറയും, ഈ സിനിമ നിങ്ങൾ തിയേറ്ററിൽ കയറി, അല്ലെങ്കിൽ തിയേറ്ററിൽ വേണ്ട, ജസ്റ്റ് ഫോണിൽ വന്നിട്ടാണെങ്കിൽ ഈ ഒരു സിനിമ നമ്മൾ ഒറ്റയ്ക്ക് ഇരുന്ന് കാണുവാണെങ്കിൽ സീരിയസ് ആയിട്ട് പറയാം, പേടിച്ച് നമ്മൾ പണ്ടാരം അടങ്ങും കേട്ടാ. കാരണം ഇതൊരു ഫസ്റ്റ് ഹാഫ് തന്നെ അമ്മാതിരി രീതിയിലാണ് എടുത്തു വെച്ചിരിക്കുന്നത്. എന്നാൽ രാഹുൽ സദാശിവൻ എന്താണ് ഈ സിനിമ കാണിച്ചു വെച്ചിരിക്കുന്നത് എനിക്കറിയത്തില്ല. കാരണം എൻ്റെ അടുത്തിരിക്കുന്ന ആൾക്കാർ വരെ ഓരോ സീനിലും ആ പേടിക്കുന്ന നമ്മുടെ ആ സീറ്റിൽ തന്നെ അറിയാൻ പറ്റും. അമ്മാതിരി രീതിയിൽ നിന്ന് പേടിക്കുന്ന ആൾക്കാർ. കാരണം അതൊരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പൊളിയായിട്ടാണ് അത് ചെയ്തു വെച്ചിരിക്കുന്നത് കേട്ടോ. എനിക്ക് ഫസ്റ്റ് ഹാഫ് സത്യം പറഞ്ഞാൽ കിഡുമായിട്ട് ഇഷ്ടപ്പെട്ടു. പക്ഷെ സെക്കൻഡ് ഹാഫിൽ വന്നപ്പം എന്തോ കൊള്ളാം, പക്ഷേ ആ ഫസ്റ്റ് ഹാഫിൻ്റെ അത്ര എനിക്ക് വന്നിട്ടില്ല. പക്ഷേ എങ്കിലും കുഴപ്പമില്ല കേട്ടോ. എനിക്ക് എൻ്റെ പേഴ്സണലി എനിക്ക് പറഞ്ഞാൽ എനിക്ക് നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു. പക്ഷേ എനിക്ക് ആ ഫസ്റ്റ് ഹാഫിൻ്റെ അത്രയും സെക്കൻഡ് ഹാഫിൽ വന്നിട്ടില്ല എന്നുള്ളത്. പിന്നെ ഇതിനകത്ത് നമ്മുടെ ഭൂതകാലം സിനിമയില്ലേ, അതായത് പുള്ളിയുടെ ഫസ്റ്റ് സിനിമ ഇത് ഭൂതകാലം എന്ന് പറയുന്നത്, എനിക്ക് തോന്നുന്നു ഫസ്റ്റ് സിനിമയാണെന്ന്. അപ്പം ആ സിനിമയുടെ ചെറിയൊരു റെഫറൻസും കാര്യങ്ങളും ഈ സിനിമയിൽ കാണിക്കുന്നുമുണ്ട്. അങ്ങനെയാണ് ഇതിൻ്റെ സെക്കൻഡ് പാർട്ട് തീരുന്നത്. പക്ഷെ അതൊക്കെ നല്ല രീതിയിൽ തന്നെ, അത് എന്താ പറയുക, നല്ല വൃത്തിക്ക് മെനക്കും എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ ഇതിനകത്ത് അഭിനയിച്ചിരിക്കുന്ന പ്രണവ് മോഹൻലാൽ, എൻ്റെ പൊന്നു എന്താണ് കാണിച്ചു വെച്ചിരിക്കുന്നത്. കാരണം ഓരോ സീൻസും പുള്ളി ജീവിക്കുമായിരുന്നു കേട്ടോ. കാരണം ഓരോ ഹൊറർ സീക്വൻസും കാര്യങ്ങളൊക്കെ ഓരോരുത്തർ അഭിനയിക്കുന്ന ഓരോ ശൈലിയുണ്ട്. ആ ഒരു ശൈലി കാര്യങ്ങളെല്ലാം ഈ സിനിമയിൽ പുള്ളിക്കാരൻ ചെയ്തിരിക്കുന്നത് പൊട്ടക്കാനായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ തന്നെ ജിബിൻ ഗോപിനാഥ്, പുള്ളിക്കാരനും നല്ല രീതിയിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഇത് സത്യം പറഞ്ഞാൽ ഒരു ഡാർക്ക് മൂഡിൽ പോണൊരു സിനിമയത്. ഡാർക്ക് മൂഡ് തുടക്കം തൊട്ട് അവസാനം വരെ ഒരു ഡാർക്ക് സെറ്റപ്പ്, ആ ഒരു ലെവലിലാണ് ഇവിടെ സിനിമ പോണത്. എന്തായാലും എനിക്ക് പടം പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ട്. നിങ്ങൾ തിയേറ്ററിൽ കയറി കഴിഞ്ഞാൽ എനിക്ക് ഉറപ്പുള്ള കാര്യമാണ്, പേടിക്കാനുള്ള സീൻസും കാര്യങ്ങളും എല്ലാം ഒരുപാടുണ്ട് ഇതിനകത്ത്. നല്ല രീതിയിൽ തന്നെ പേടിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് A സർട്ടിഫിക്കറ്റ് കൊടുത്തതും. എന്തായാലും ഗായ്സ്, നിങ്ങളെന്തായാലും പോയി കാണുക, നിങ്ങളുടെ അഭിപ്രായം പറയുക. അതുപോലെ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ ഒന്ന് പറയുക. അപ്പോൾ എന്തായാലും എൻ്റെ രീതിയിൽ പറയാനാണെങ്കിൽ എനിക്ക് പടം പേഴ്സണലി നല്ല രീതിയിൽ തന്നെ എനിക്ക് ഇഷ്ടപ്പെട്ട്. പേടിക്കാനുണ്ട്, പിള്ളേരുമായിട്ട് പോകുന്നത് എനിക്ക് തോന്നുന്നത് ഇച്ചിരി ഇതായിരിക്കും. പക്ഷെ അതിനെക്കാട്ട് നിങ്ങളിപ്പം ഫാമിലിയൊക്കെ ആയിട്ട് പോകാനാണ് ഇച്ചിരി ഇതൊക്കെ ഉണ്ട് അതിനകത്ത്. പക്ഷെ എന്തായാലും കയറി കാണുക, ഒരു എക്സ്പീരിയൻസ് ആണ്. ഇപ്പോൾ ഹൊറർ ഫിലിം ഇഷ്ടപ്പെടുന്നവർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ സിനിമ എന്തായാലും ഇഷ്ടപ്പെടുമെന്ന് എനിക്ക് ഉറപ്പാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾ കാണുക, കണ്ടിട്ട് അഭിപ്രായം കമൻറ്റ് രൂപത്തിൽ വന്ന് പറയുക. അപ്പോൾ എന്തായാലും അടുത്തൊരു സിനിമയുടെ റിവ്യൂ ആയിട്ട് വരുന്നവരെ ബൈ.